ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടാണ് ഈ രണ്ട് ഗിഫ്റ്റ് ബോക്സും ഞാൻ പാക്ക് ചെയ്തത്. അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ രണ്ട് ഗിഫ്റ്റ് ബോക്സും നിങ്ങൾക്കുള്ളതാണ്. അതെ, അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒരു ഗീവ് അനൗൺസ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടെ. നമ്മൾ യൂട്യൂബിൽ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ട്. 400+ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ. ഈ 3 മാസം കൊണ്ട് 15K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തേ. റെഗുലർ ആയിട്ടല്ലെങ്കിലും കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു. അന്നുമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് നിങ്ങളെ. ഫൈനലി നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും തരണ്ടേ? ഗീവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പരിചയമുണ്ടെങ്കിലും കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തോന്നിയ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2-3 ഐറ്റംസ് ഉണ്ട്. അതിലൊരു ഐറ്റമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ ടെലിഫോണൊക്കെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്പറൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ മിനി ബുക്കൊക്കെ വീട്ടിലുണ്ടായിരുന്നേ. അത് കണ്ടിട്ട് കൊതിയായിട്ട് നോട്ട്ബുക്കിന്റെ താള് കയറി ഇതേപോലത്തെ മിനി ഡയറി തന്നെ ഉണ്ടാക്കിയിട്ട് ഹോംവർക്ക് ഒക്കെ നോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യായിരുന്നേ. ഇതില് രണ്ടാമത്തെ എന്റെ ഫേവറേറ്റ് ഐറ്റമാണ് നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡറിന്റെ ഒക്കെ മോഡലിലുള്ള ഈ ഒരു കീ ചെയിൻ. നിങ്ങൾ ഈ ടേപ്പ് റെക്കോർഡറിലൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടോ? സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഹലോ ഹലോ ഹലോ. ഇത് ആക്ച്വലി എന്നെക്കാട്ടിലും എൻ്റെ അമ്മയ്ക്കാണ് ഇഷ്ടമായത്. കാരണം അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ അവരുടെ വീട്ടിൽ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നേ. അതിൽ യേശുദാസിന്റെ ഒക്കെ പാട്ട് കേൾക്കുന്നതും ഇതുപോലെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പറയാറുണ്ട്. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ മിനി പോർട്ടബിൾ ഹാൻഡ് ഫാൻ. എൻ്റെ വീട് ഇടുക്കിയിലായോണ്ടേ കാലം തെറ്റിയാണോ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. പക്ഷെ റീസെന്റ് എറണാകുളം ഒന്ന് ട്രാവൽ ചെയ്തപ്പം ആ ഡൗട്ട് അങ്ങ് മാറി കിട്ടി. ഇത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അതേപോലെ ഇതൊരു ഫോൺ സ്റ്റാൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത് കിട്ടുന്ന ആൾക്ക് ഇതേപോലെ കാറ്റൊക്കെ കൊണ്ട് എൻ്റെ വീഡിയോ കാണാവേ. ഇനി നമുക്ക് നമ്മുടെ ഗീവ് അവേയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാ നോക്കാം. യൂട്യൂബിൽ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഗീവ് അവേ അനൗൺസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, അതിലൊരു കമന്റ് ഇടുക, അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. ഗീവ് അവേ അനൗൺസ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത റീൽ ലൈക്ക് ചെയ്യുക, അതിൽ നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്ത് കമന്റ് ഇടുക. 2 പ്ലാറ്റ്ഫോമിലും നമ്മൾ കമന്റ് പിക്കർ വഴിയായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിൽ ആരായിരിക്കും ആ ലക്കിയസ്റ്റ് എന്ന് കാണാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഇപ്പൊ തന്നെ പോയി നമ്മുടെ ഷോർട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തോ. ആൻഡ് ഒരു കാര്യം, 2 പ്ലാറ്റ്ഫോമിൽ നിന്നും ഓരോ വിന്നേഴ്സിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവരെ കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് ഇനിയും ഇതുപോലെ കുറെ ഗിവ് വേസ് ഒക്കെ നടത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ പറഞ്ഞു നമ്മുടെ 2 ഗിഫ്റ്റ് ബോക്സും ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യണേ. ഇതിൽ 3 ഐറ്റംസ് ആണ് എന്റെ ഫേവറേറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയ എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടെ ഉണ്ട്. നമ്മൾ സെയിൽ ചെയ്യാറുള്ള ഹാമ്പർ ബോക്സിലെ ഒരു ബെസ്റ്റ് മൂവിങ് ഐറ്റം ആണ് ബെല്ല വിറ്റന്റെ 4 സെറ്റ് പെർഫ്യൂം. ഞാൻ ഈ ഹാമ്പറിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തൊട്ട് എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ് ഈ ഒരു ബെല്ല വിറ്റ പെർഫ്യൂം. അതിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ബെല്ല വിറ്റ ഗ്ലാം ആണ്. സോ അപ്പൊ അതും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ റെഡി ആയിട്ട് പാക്കായിട്ട് ഇവിടെ നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഓടിപ്പോയി ഇപ്പൊ തന്നെ ലൈക്കും കമന്റ് ഒക്കെ ചെയ്തോളൂ. ഓൾസോ നമ്മുടെ ഗീവ് അവേയുടെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഫോളോ അപ്പും ചെയ്യണേ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.